ഇതുപോലെ എവിടെ പോയാൽ നടക്കും? കടലാണ്. ഒരു കാരണവശാലും എന്നാ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞാലും കടലിൽ വണ്ടി ഇറക്കരുത്. നമ്മുടെ തലയ്ക്ക് മേളിലായിട്ടാണ് ഈ കടൽ നിൽക്കുന്നത്. ഷോയാണ്, അടിപൊളിയാണ്. പക്ഷേ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഒരിക്കലും ആരും കാണിക്കില്ല. ഒന്നുണ്ട് അത് തിരമാല അടിച്ച് ഇങ്ങോട്ട് വലിച്ചു നീക്കിട്ടു. എന്നിട്ട് എത്ര വണ്ടികൾ നമ്മൾ എൻജിൻ പണിതേക്കുന്നു. അതും ഉപ്പുവെള്ളത്തിൽ കൂടെ ഓടിക്കാമെന്നൊക്കെ പറയുന്നതേ. ആ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് വെള്ളം കയറും. സ്വന്തം റിസ്കിൽ ഓടിക്കാവുള്ളൂ. വണ്ടിച്ചേരി വണ്ടിയാണ് കേട്ടോ. കടലിൽ പോകുന്നുണ്ടോ? അത് വെള്ളം കയറുന്നതല്ല അതിൻ്റെ പ്രശ്നം. പിന്നീട് ഇത് തുരുമ്പെടുക്കും. XL6 പോകുമ്പോൾ നോക്കുന്നുണ്ടോ? വിത്തിൻ 3 year 4 year കൊണ്ട് വണ്ടി തുരുമ്പെടുക്കും. അത് ചെറിയ വണ്ടി, കൊച്ചു വണ്ടി, അതിന് പെട്ടെന്ന് നല്ല രീതിയിൽ വെള്ളം കയറാൻ പറ്റും. ഏഷ്യയിലെ വണ്ടി കടലിലിറക്കി ഓടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ബീച്ച്. ഹേ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും കണ്ണൂർ വന്നു. കണ്ണൂർ തലശ്ശേരിയിൽ മുഴപ്പിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു കടൽ തീരത്താണ്. ഈ കടൽ തീരം അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റില്ല. കേരളത്തിലെന്നല്ല, ഏഷ്യയിലെന്നല്ല, ഈ കടൽ തീരത്തൂടെ വാഹനം ഇറക്കാൻ പറ്റും. അതായത് നമ്മുടെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കടൽ തീരത്തൂടെ വണ്ടി ഓടിക്കാം. അത് സ്വന്തം റിസ്കിൽ ഓടിക്കാവുള്ളൂ. ഒത്തിരിയൊക്കെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. എന്നാൽ ഒരു ലിമിറ്റേഷനൊക്കെ വെച്ച് നമുക്ക് ഇതുവഴി വണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് ഈ കടലിൻ്റെ പ്രത്യേകത. മുഴപ്പിലങ്ങാടി ബീച്ച്, ഇതാണ് സ്ഥലം. അപ്പം ഏഷ്യയിലെ ഒരേ ഒരു ബീച്ചാണ് കേട്ടോ, വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരേ ഒരു ബീച്ച്. പക്ഷേങ്കിൽ ഈ ഒരു കടലിനെ കുറച്ച് പ്രത്യേകത ഉണ്ട്, കുറച്ചൊരു ഇതുണ്ടോ. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം വെള്ളമെല്ലാം കലങ്ങി മറിഞ്ഞ് ഒരു നല്ലൊരു ഭീകരത നമുക്ക് കാണാൻ പറ്റും. ചുമ്മാ പറയുന്നതല്ല, ഞാൻ ഇപ്പോൾ ഒത്തിരി ബീച്ചുകളിൽ പോയിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്തൊരു ഭീകരത എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മളൊക്കെ ഒരു പേടി തരും. പക്ഷേങ്കിൽ ഈ ഭീകരത വണ്ടി ഇറക്കാൻ ആർക്കും ഒരു പേടിയില്ലതാനും. അതാണ് വണ്ടികളൊക്കെ നൈസായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദൂരെയാണ് ഒരു താറ്, അതായത് ഒരു പുതിയൊരു താറ് വരുന്നുണ്ട്. അടുത്ത് വരട്ടെ. അപ്പോൾ പുള്ളി വലിയ റിസ്ക് എടുക്കാതെ ഓടിക്കുന്നത്, അതായത് കുറച്ച് വെള്ളത്തിലിറക്കാതെ മാറി ഓടിക്കുന്നത്. പുള്ളി സേഫായിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. ആ താറുകാരനെ അവൻ്റെ വണ്ടി അതുപോലെ നോക്കുന്നുണ്ട് സേഫ്റ്റി ആയിട്ട്. അവന് അറിയാം, അവന് ഇച്ചിരി വിവരമുള്ള ആളാണ്. കുറച്ച് വിവരം ബോധ്യമൊക്കെ ഉള്ള ആളാണ്. അവൻ നൈസായിട്ട് സേഫായിട്ടാണ് ഓടിച്ചു പോകുന്നത്. പക്ഷെങ്കിൽ അതല്ല വേണ്ട നമുക്കിതാ ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ഒരാളെ വേണ്ടേ. അപ്പോൾ അങ്ങനൊരു വീഡിയോ കിട്ടട്ടെ. ഞാൻ എന്നാന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അതായത് വലിയ വാദ്യം ഓടിച്ചല്ലേ, കടൽ തീരത്തോടൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുന്നൊക്കെ വലിയ തള്ളിയതാണ്. അതുപോലൊരാളെ നമുക്ക് വേണം. നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. സത്യത്തിലേ ഒരു ഡാർക്കാണ് ഈ കടലൊരു ഡാർക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പല കടൽ തീരത്ത് പോയിട്ടുണ്ടെങ്കിലും ഇത് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് എനിക്കത് കൃത്യമായിട്ട് അറിയാം. ഇത് നമ്മുടെ തലയ്ക്ക് മേളിലായിട്ടാണ് ഈ കടൽ നിൽക്കുന്നത്. ബാക്കിയുള്ളിടത്ത് പോയപ്പോഴേക്കും നമുക്ക് താഴെയായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ഹൈറ്റിന് മേളിലാണ് നിൽക്കുന്ന ഫീലാണ്. അതായത് നല്ലൊരു തിരമാല അടിച്ചാൽ ആ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് വെള്ളം കയറും. അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അത് നല്ല കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ മാത്രമേ അത് എനിക്ക് മനസ്സിലായുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടോ, എനിക്ക് ആ ഭീകരത മനസ്സിലായില്ല. നമ്മുടെ മേളിലാണ് കടൽ തീരത്തോടെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരേ ഒരു ബീച്ചാണ്. കണ്ടില്ലേ, നൈസല്ലേ. അപ്പം ഇതുപോലെ കടൽ തീരത്തൂടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ പറ്റത്തുള്ളൂ. ചിലപ്പം എന്തെങ്കിലും അഭ്യാസ പ്രകടനം ഇപ്പോൾ കാണാം. നൈസല്ലേ കേട്ടോ. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത കേട്ടോ, ഈ ഒരു ബീച്ചിന് മാത്രമേ ഉള്ളൂ. അത് എടുത്തു പറയുന്നത്, കേരളത്തിൽ ഈ ഒരു ബീച്ച് മാത്രമേ ഇതുപോലെ വാഹനം കടലിലിറക്കി ഓടിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരിടത്തും ഇത് നടക്കത്തില്ല. അപ്പം ഇവിടുത്തെ ഈ മണ്ണിനും അതല്ലെങ്കിൽ ഇതുണ്ട്, ഈ മണലിനും ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇതുണ്ടോ, നമ്മൾ സാധാരണ കടൽ മണ്ണ് പോലെയല്ല, നല്ല കട്ടിയാണ്. അതായത് താന്നു പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ എടുത്ത് ആ വണ്ടിക്കാർ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ആ കടലിൽ കൂടെ നൈസായിട്ട് വരും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരിടത്തും നടക്കുന്നില്ല. ഇതുപോലെ എവിടെ പോയാൽ നടക്കും? കടലാണ്, നോക്ക്. ഇതുപോലെ ഒരിടത്തും നടക്കത്തില്ല. നൈസായിട്ട് മറ്റേത് ഇതുണ്ടോ പോകുന്നത്. ഇതുപോലെ ഓടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
പോണ്ടിച്ചേരി വണ്ടിയാണ് പോകുന്നത് കേട്ടോ. കടലിൽ കൂടെ പോകുന്നുണ്ടോ? അവൻ ആ വണ്ടിയെ പറ്റി വലിയ ധാരണയില്ലാത്ത ഒരുത്തരാണ്. അതുകൊണ്ടോ പോകുന്നുണ്ടോ? അത് തിരമാല അടിച്ച് ഇങ്ങോട്ട് വലിച്ചു നീട്ടു, എന്നിട്ടും പോണ പോക്കുണ്ടോ? നോക്കിയിരുന്നില്ലേ നമ്മളെ കൊണ്ട് പോകും. പക്ക ഒത്തിരി ഇങ്ങോട്ട് ചേർന്നാണ് അവർ പോകുന്നു കേട്ടോ. പറയാതെ പോയി. മുഴപ്പിലങ്ങാടി ബീച്ച് ഇച്ചിരി ഭീകരമായ ബീച്ചാണ് കേട്ടോ. ഇതുപോലെ കടൽ തീരത്തൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? സക്കീർ ബായിക്ക് പറ്റുമോ? XL6 പോകുന്ന പോക്കുണ്ടോ? എൻ്റെ പൊന്നു, ഇതൊക്കെ വണ്ടിയെപ്പറ്റി വലിയ ധാരണയില്ലാത്തവരായി കാണിക്കുന്നത്. എത്ര വണ്ടികൾ നമ്മൾ എൻജിൻ പണിതേക്കുന്നു, അതും ഉപ്പുവെള്ളത്തിൽ കൂടെ ഓടിക്കാന്നൊക്കെ പറയുന്നതേ അറിവില്ലാത്തവരാ. പെട്ടെന്ന് വണ്ടി തുരുമ്പെടുക്കും. തുരുമ്പെടുത്ത് വണ്ടി നശിച്ചു പോകുന്നല്ലാതെ ഷോയാണ്, അടിപൊളിയാണ്. പക്ഷെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഒരിക്കലും ആരും കാണിക്കില്ല. അത് ഞാൻ പറഞ്ഞു തരികയാണ്. എനിക്ക് കുറച്ച് അറിവുണ്ട് ഓട്ടോമൊബൈൽ പരമായ കാര്യങ്ങളിൽ. അതിലേക്ക് നമുക്കിനി ഒത്തിരി വീഡിയോകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവരും, അല്ല കിടുക്കൻ വീഡിയോസ് കൊണ്ടുവരും. അപ്പം മുഴപ്പിലങ്ങാടി ബീച്ച്, ഞാനപ്പോഴേ ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഒരു പാസ് ചെയ്യാൻ വേണ്ടി ഒരു പാർക്ക് പോലെ ഇപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ നീണ്ട് കിടക്കുക. ഇതാണ് ബീച്ച്. ഇതുണ്ടോ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി അതേ പോകുന്നു. അപ്പോൾ ആ വണ്ടി അങ്ങനെ പോയി. ആ ഒരു ഓൾട്ടോക്കാരൻ ഇച്ചിരി പ്രശ്നക്കാരനാണ്. അവൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവൻ്റെ വണ്ടിക്ക് പണിയാവും. കാരണം ഇതുകൊണ്ടോ അങ്ങനെ ഒരിക്കലും കാണിക്കരുത്. ഇതുകൊണ്ടോ അവനിത് ഒത്തിരി ഉള്ളിലോട്ട് പോവുക. അതായത് ഇവർക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. സൈലൻസറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ മാത്രമല്ല, ഏറ്റവും പുക പോകുന്ന സൈഡിൽ കൂടെ മാത്രമല്ല വെള്ളം കയറുന്നത്, അതിന് ഇടയിലൂടെയും എൻജിനിലൊക്കെ വരുമ്പോഴൊക്കെ ഇരുന്ന് വെള്ളം കയറും. അപ്പം കണ്ടോ ആ ചെറിയ വണ്ടി, കൊച്ചു വണ്ടി, അതിനകത്ത് പെട്ടെന്ന് നല്ല രീതിയിൽ വെള്ളം കയറാൻ പറ്റും. കണ്ടോ പോകുന്നുണ്ടോ? കണ്ടോ? അപ്പം ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കരുത്. ഒരു കാരണവശാലും എന്നാ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞാലും കറുതിയ വണ്ടി ഇറക്കരുത്. അത് വെള്ളം കയറുന്നതല്ല അതിൻ്റെ പ്രശ്നം, പിന്നീട് ഇത് തുരുമ്പെടുക്കും. നോർമലി ഒരു വാഹനം തുരുമ്പെടുക്കാൻ ചിലപ്പോൾ 10-20 വർഷമൊക്കെ 30 വർഷം എടുത്താലും ചില വണ്ടികൾ തുരുമ്പെടുക്കത്തില്ല. വിത്തിൻ 3 year 4 year കൊണ്ട് വണ്ടി തുരുമ്പെടുക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് നോക്കി കണ്ടൊക്കെ വണ്ടി കടലിൽ ഇറക്കാം. അതാണ് ഉപ്പ് വെള്ളത്തിൻ്റെ പ്രത്യേകത. ഈ പോകുന്നവർ അത് എൻജോയ് ചെയ്യുന്നതാണ്, കടലിലിറക്കി വണ്ടി ഓടിക്കാവുന്ന രീതിയിൽ പോകുന്നതാണ്. പക്ഷേ ആ പോകുന്നത് വണ്ടി ഓടിച്ച് പഠിക്കുന്നവരാണ്, അതായത് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി വരുന്നവരാണ്. അതാണ് ആ ഒരു റിസ്ക് കണ്ടേ. മിക്കവരും അങ്ങനെയാണ്. സ്കൂട്ടർ ഓടിക്കുന്നവരും കാർ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയൊക്കെ വരുന്നവരാണ്. അല്ലാതെ വെളിയിൽ നിന്നുള്ള ഈ തമിഴ്നാട്, പോണ്ടിച്ചേരി, KL വണ്ടി അങ്ങനെ കാണുന്നില്ല. അല്ലാതെ വെളിയിൽ നിന്നുള്ള വണ്ടികളാണ് കൂടുതലും കടലിലോട്ട് ഇറക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് മലയാളികൾക്ക് ബുദ്ധിമുണ്ടെന്ന് പറയുന്നത്. അപ്പം ബീച്ചിൻ്റെ ഈ ഒരു പാർക്ക് സെറ്റപ്പ് അടിപൊളിയാട്ടോ, പറയാതെ നൈസാണ്. ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ നീണ്ടു കിടക്കുക. ഒരു കുറഞ്ഞൊരു 3 കിലോമീറ്റർ കാണും, അത്രയും ദൂരമുണ്ട്. അങ്ങ് കൊള്ളാം, സൂപ്പർ. അപ്പം ആർക്കും കൊണ്ട് വണ്ടി ഇറക്കി ഓടിക്കാം. ഇത്രയും എന്താ ഇനി പറയണേ, ഏഷ്യയിലെ വണ്ടി കടലിലിറക്കി ഓടിക്കാൻ പറ്റുന്ന ഒരേ ഒരു ബീച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.